ആളുകൾ ആ ഭാഗം ഈ പഴുപ്പിച്ച കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗം ചുട്ടുകളയുന്ന ഒരു ചികിത്സാ രീതി പോലും ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷേ നെർവ് ഫൈബറിൽ അല്ലെ സുഷുമ്ന നാഡിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇപ്പോഴും റേബിസ് ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസാണ്. റേബിസ് വന്ന് മരിക്കുന്ന ആളുകളെല്ലാം വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. റേബിസ് മരണങ്ങൾ കൂടുതൽ നടക്കുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിലാണ്. അതായത് കടികിട്ടി ദിവസങ്ങൾക്കുള്ളിൽ 2 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ തന്നെ പേവിഷബാധ ഉണ്ടാകാം. പ്രത്യേകിച്ച് മുഖത്തൊക്കെയാണ് കടി കിട്ടുന്നതെങ്കിൽ. പക്ഷേ ചിലപ്പോൾ വർഷങ്ങളെടുക്കാം. ഒരു മൈതാനം നോക്കുക, ആ മൈതാനത്തിലൊരു തീപിടുത്തം ഉണ്ടാവും. തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ തീ അണയ്ക്കാൻ പറ്റും. പക്ഷേ തീപിടുത്തം ഉണ്ടാകുന്നത് അവിടത്തുള്ള വെടിക്കെട്ട് ശാലയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും തീ അണയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തീ വെടിക്കെട്ട് ശാലയിൽ എത്തുന്നതിന് മുമ്പ് തീ അണയ്ക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമസ്കാരം, കലാകൗമുദിയിലേക്ക് സ്വാഗതം. ഇന്ന് ആളുകൾക്ക് പുറത്തേക്കിറങ്ങാൻ ഭയമാണ്. ഏത് നിമിഷമാണ് തെരുവുനായയുടെ കടിയേൽക്കുന്നതെന്ന് പറയാനാകില്ല. വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ് ആളുകൾ മരിക്കുന്ന സംഭവങ്ങളും കൂടി വരികയാണ്. ആശങ്കകളും സംശയങ്ങളും ഒരുപാടാണ്. ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ TS അനീഷാണ്. നമ്മുടെ നാട്ടിലിപ്പം ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം കുത്തിവയ്പ്പ് എടുത്ത ശേഷവും പേവിഷബാധയേറ്റിട്ട് കൂടുതലും കുട്ടികളാണ് ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാവാണ്. അപ്പോൾ ഇവർക്കിപ്പം ഒരു വിശ്വാസ്യത ഇല്ലാതായിട്ടുണ്ട്. കുത്തിവയ്പ്പ് എടുത്താലും മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ നായ്ക്കളുടെ എണ്ണം പെരുകി വരികയാണ്. അപ്പോൾ പേവിഷബാധയും പ്രതിരോധവും നമ്മുടെ സംസ്ഥാനത്ത് പേവിഷബാധയും പ്രതിരോധവും എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ആളുകൾക്ക് നല്ല പേടിയുണ്ട്, നല്ല ഭയത്തിലാണ്. ഇപ്പം കടിയേറ്റ് കഴിഞ്ഞാൽ കുത്തിവയ്പ്പ് എടുത്തിട്ടും കാര്യമില്ലാണ്ടായി പോകുന്നൊക്കെയുള്ള നല്ല പേടിയിലാണ്. അപ്പം എന്താണ് ഈ റാബിസ് വൈറസ്? അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് റാബിസ് വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? റാബിസ് വൈറസ് പ്രധാനമായിട്ടും മൃഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു വൈറസാണ്. ലിസ വൈറസ് എന്ന് പറഞ്ഞ ഫാമിലിയിൽ പെടുന്ന ഒരു റാബ്ഡോ വൈറസ്. റാബ്ഡോ വൈറസ് എന്ന് വെച്ചാൽ വെടിയുണ്ടയുടെ രൂപത്തിലുള്ള ഒരു വൈറസാണ്. ഇത് വളരെ പഴയ കാലം മുതലുള്ള മൃഗങ്ങളിലൂടെ മനുഷ്യന് വളരെ അപൂർവമായിട്ട് മനുഷ്യനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ മനുഷ്യന്റെ വൈറസ് അല്ല, ഇതൊരു മൃഗ വൈറസാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള റേബീസ് ആണ് ലോകത്തുള്ളത്. ഒന്ന് ബാറ്റ് മീഡിയേറ്റഡ് റേബീസ് എന്ന് പറയും, അതായത് വവ്വാലുകൾ വഴി വരുന്ന റേബീസ്. നമ്മുടെ നാട്ടിലുള്ള വവ്വാലുകൾ പൊതുവിൽ റേബീസ് പരത്താറില്ല. അതേസമയം തന്നെ ഈ വാമ്പയർ ബാറ്റ്സ്, സസ്തിനികളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ചില വവ്വാലുകളുണ്ട്. ആ വവ്വാലുകളുള്ള പ്രദേശങ്ങളിൽ ബാറ്റ് മീഡിയേറ്റഡ് റേബീസ് ഉണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് ഡോഗ് മീഡിയേറ്റഡ് റേബീസ്, അതായത് നായ്ക്കളിലൂടെ പകരുന്ന റേബീസ്. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന റേബീസ്. അങ്ങനെ 2 തരത്തിലുള്ള റേബീസ് ഉണ്ട്. ഈ വവ്വാലുകളിലൂടെ വരുന്ന റേബീസ് നമുക്ക് 100% ലോകത്ത് നിന്നും വിമുക്തമാക്കാനൊന്നും കഴിയില്ല. കാരണം വവ്വാലുകൾക്ക് ഇത് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കില്ല. മറിച്ച് നായ്ക്കളിൽ അങ്ങനെയല്ല. നായ്ക്കളിലെ റേബീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന കണക്ക് നായ്ക്കൾ മരിച്ചു പോകുന്നതിന് മുമ്പ് അത് പേപിടിച്ച നായ ഒരുപാട് ആളുകളെ, ചില സമയത്തൊക്കെ ഒരുപാട് നായ്ക്കളെ പേവിഷബാധയ്ക്ക് ഇരയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ പേവിഷബാധയ്ക്ക് പേവിഷബാധ ഉണ്ടാകുന്ന വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസ വൈറസ് ഫാമിലിയിലുള്ള റേബീസ് വൈറസ് ആണ്. റേബീസ് വൈറസ് ഒരു എൻവലപ്ഡ് വൈറസ് ആണ്. എൻവലപ്ഡ് വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു കൊഴുപ്പിന്റെ വളരെ കട്ടിയുള്ള ഒരു പാളിയുള്ള വൈറസ് ആണ്. ഈ പാളിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത്തരത്തിലുള്ള എൻവലപ്ഡ് വൈറസുകൾക്കുള്ള സോപ്പ് ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് സോപ്പിന് ഈ വൈറസിനെതിരെ പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ഏറ്റവും അധികം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ ഭാഗം നന്നായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ വൈറസിന്റെ ഒരു സിംഹഭാഗവും അത്തരത്തിൽ ഒഴുക്കി കളയാൻ പറ്റും. അത് വൈറസിന്റെ സ്വഭാവമായിട്ടുള്ള വൈറസിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത്. ഇതാണ് പൊതുവിൽ വൈറസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. പ്രഥമ ശുശ്രൂഷയുടെ ഭാഗം കടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്, സോപ്പ് ഉപയോഗിച്ച് കഴുകാനുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ ചൂടും തണുപ്പും ഈ മുറിവേറ്റ ഭാഗത്ത്, കടിയേറ്റ ഭാഗത്ത് വെച്ചാൽ നല്ലതാണ് എന്നുള്ള രീതിക്ക് ചില പഠനങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? പണ്ട് മുതലേ നായ കടിക്കുന്ന സ്ഥലത്ത് മുറിവിനെ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ കുരുമുളകിന്റെ ഇല ചൂടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ചൂട് കൊടുക്കുന്ന ഒരു പ്രവണത പണ്ട് മുതലേ ഉണ്ട്. ഒരു കാലത്ത് ലൂയി പാസ്റ്റർ വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ ആ ഭാഗം ഈ പഴുപ്പിച്ച കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗം
ചുട്ടുകളയുന്ന ഒരു ചികിത്സാ രീതി പോലും ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ആധുനിക ശാസ്ത്രം വന്നതിന് ശേഷം ചൂട് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആ രീതിയിലുള്ള പഠനങ്ങളൊന്നും തന്നെ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത്, മുറിവ് കഴിയുന്നതും ഇപ്പം വളരെ വലിയ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുറിവ് കെട്ടിവെക്കാതിരിക്കുക, മുറിവ് തുറന്നു വെക്കുക. കാരണം ഓക്സിജന്റെ സമ്പർക്കത്തിൽ വൈറസിനെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. വൈറസിനെ കുറേയേറെ ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വൈറസിന്റെ സാന്നിധ്യം കുറയ്ക്കാൻ മുറിവ് തുറന്നു വെക്കുന്നതും തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ ചൂട് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഉപ്പും മഞ്ഞളും ഒക്കെ പഴയ ആളുകൾ ഈ നമ്മുടെ കോഴിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ, പട്ടി കടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഭാഗം ഉപ്പും മഞ്ഞളും ഉപയോഗിച്ച് കൊത്തിവെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. അത് പൊതുവെ ഒരു മുറിവ് മാനേജ് ചെയ്യുന്നതിന്റെ വളരെ പരമ്പരാഗതമായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്ന ചില ശീലങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ കോഴി പോലുള്ള ജീവിയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞളിന്റെ ഒരു ആന്റിസെപ്റ്റിക് ഇഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതേസമയം തന്നെ സെപ്റ്റിക് ആയാൽ വലിയ പ്രശ്നമില്ല, കോഴിയല്ലേ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന്റിബയോട്ടിക് ക്രീമുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മുറിവ് മാനേജ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഈ വൈറസിനെ പ്രതിരോധിക്കാൻ സ്പിരിറ്റിനും അയഡിനും ഒരു ശേഷിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മുറിവ് മാനേജ് ചെയ്യുന്ന സമയത്ത് സ്പിരിറ്റോ അയഡിനോ അല്ലെങ്കിൽ അയഡിൻ കലർന്ന് ഏതെങ്കിലും മരുന്നുകളോ ഒക്കെ, ക്രീമുകളോ പൊടികളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഈ മഞ്ഞൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും ഈ കാപ്പിപ്പൊടി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിവിൽ വെക്കുമ്പോൾ പിന്നീട് ആ മുറിവ് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ ആ മുറിവിനകത്തേക്ക് കടന്നെത്തുന്ന ഖരവസ്തുക്കൾ പിന്നീട് അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുറിവിൽ ഈ പറഞ്ഞ യാതൊരു പൊടികളും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അത് പട്ടി കടിച്ചുണ്ടാകുന്ന മുറിവാണെങ്കിൽ തീർച്ചയായിട്ടും സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് വരുന്നതേ ഉള്ളൂ. ഒരു ആന്റിബയോട്ടിക് യൂസ് ചെയ്യുകയാണെങ്കിൽ അയഡിൻ ഉള്ള ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് ആ ക്രീമിൽ ആ മുറിവിന്റെ ഭാഗത്ത് പുരട്ടുന്നത് കൊണ്ട് വലിയ ദോഷമില്ല. അത് പക്ഷേ ഒരു ആശുപത്രി ചെന്നിട്ട് ചെയ്തതിന് ശേഷം അവരുടെ ആവശ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ നടത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഈ നമ്മുടെ റാബിസ് അല്ലെങ്കിൽ പേവിഷബാധ എന്ന് പറയുമ്പോഴത്തേക്ക് മസ്തിഷ്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗലക്ഷണം മസ്തിഷ്കത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണെന്നാണ് പറയുന്നത്. അപ്പം അല്ലാണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് പറഞ്ഞത് വളരെ ശരിയാണ്. പേവിഷബാധയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് രോഗാണുബാധ പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മസ്തിഷ്കത്തിൽ എത്തുകയോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ എത്തുന്ന പാതയുടെ വഴിയിൽ, നെർവ് ഫൈബറിൽ അല്ലെ സുഷുമ്ന നാഡിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പേവിഷബാധ ഉണ്ടായതിനു ശേഷം ആളുകളെ വീണ്ടും രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതിലൊരു കാര്യമായ മുന്നേറ്റം എന്ന് പറയുന്നത് അവരെ ഒരുതരം ഇൻഡ്യൂസ്ഡ് കോമയിലേക്ക് കൊണ്ടുപോയിട്ട് ആന്റിവൈറൽ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച് വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അതിനെ മോഡിഫൈഡ് മിൽവോക്കി റെജിം എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള ചികിത്സയിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷെ സിംഹഭാഗം ആളുകൾക്കും ആ ചികിത്സ ഫലപ്രദമല്ല എന്നാണ് കാണുന്നത്. മിക്ക ആളുകൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞ അപൂർവമായിട്ടുള്ള ആളുകൾ പോലും വളരെ ഗുരുതരമായിട്ടുള്ള രോഗത്തോടുകൂടി, വീക്ക്നെസ്സുകളോടുകൂടി ആണ് പിന്നീട് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് ചികിത്സാ രീതികളൊന്നും തന്നെ ഇല്ല. ചില കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭാവിയിൽ ഒരുപക്ഷെ ചികിത്സാ രീതികൾ വന്നുകൂടായികയില്ല. കാരണം മോണോക്ലോണൽ ആന്റിബോഡി എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട്, വൈറസുകളെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതിന് മരുന്ന് ഉണ്ടായിക്കൂടായികയില്ല. പക്ഷെ ഇപ്പോഴും റേബിസ് ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസാണ്. റേബിസ് കൊണ്ട് മരിക്കുന്ന ആളുകളെല്ലാം വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. റേബിസ് മരണങ്ങൾ കൂടുതൽ നടക്കുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിലാണ്. കൂടുതൽ ആളുകൾക്ക് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു മരുന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു മരുന്ന് കമ്പനിക്ക് വളരെ വലിയൊരു ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അത് കാരണം മരുന്ന് ഗവേഷണം ഈ മേഖലയിൽ താരതമ്യേന മറ്റു മേഖലയെ അപേക്ഷിച്ച് അത്രത്തോളം വേഗത്തിൽ നടക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പേവിഷബാധ വന്നതിന് ശേഷം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു മരുന്ന് പലപ്പോഴും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. മറിച്ച് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ മുന്നിലുള്ള കരണീയമായിട്ടുള്ള മാർഗം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വൈറസിന്റെ സഞ്ചാരം ഉണ്ടല്ലോ, അതായത് കൈയേറ്റ ഭാഗത്ത് നിന്ന് മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഒരു ആ ഒരു ടൈമില്ല, അതെങ്ങനെയാണ്? വളരെ വേഗത്തിലാണോ എത്തുന്നത്? അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ ഈ പട്ടി നമ്മളെ കടിക്കുന്നു എന്ന് വിചാരിക്കും.
പട്ടി നമ്മളെ കടിക്കുന്ന സമയത്ത് ഈ വൈറസുകൾ വളരെ കൂടുതൽ ഈ മുറിവിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത്, മുറിവിൻ്റെ ചുറ്റുമുള്ള ത്വക്കിൻ്റെ ഉള്ളിലുള്ള കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും, ആ ഭാഗം, മാംസപേശികൾ, കടി അല്പം കൂടെ ആഴത്തിലുള്ളതാണെങ്കിൽ മാംസപേശികൾ, ഇവിടങ്ങളിലായിരിക്കും ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അപ്പോൾ കടിയേറ്റ് ഉടനെ തന്നെ നമ്മൾ കഴുകി കളയാൻ പറയുന്നത് അതുകൊണ്ടാണ്. കുറച്ച് വൈറസ് ഒരുപക്ഷെ ഉണ്ടാവുകയുള്ളൂ, അതെല്ലാം തന്നെ മുറിവിൽ തന്നെ ഉണ്ടാകും. മുറിവിൽ മാംസപേശികളിൽ പറ്റിയിരിക്കുന്ന വൈറസിനെ പൂർണ്ണമായും കഴുകി കളയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും വൈറസിന്റെ അളവ് വളരെ കൂടുതൽ കുറയ്ക്കാനായിട്ട് ഈ കഴുകൽ പ്രക്രിയ കൊണ്ട് കഴിയും. ഇനി ഈ വൈറസിന് പിന്നീട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസ് ഈ മാംസപേശികളിലും കണക്റ്റീവ് ടിഷ്യൂവിലും പെരുകാൻ തുടങ്ങും, എണ്ണം വർദ്ധിക്കും. പക്ഷെ ആ വൈറസ് അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ റാബീസ് വൈറസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ മൊബിലിറ്റി വളരെ പതിയാണ്. അത് അത്ര വേഗത്തിൽ ഇപ്പൊ നെർവ് ഫൈബറിലൂടെയൊക്കെ വളരെ പതിയെ മാത്രമേ ഈ വൈറസ് തലച്ചോറിലേക്ക് കടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു 3 മാസമാണ് അതിന്റെ ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് കടികിട്ടി ദിവസങ്ങൾക്കുള്ളിൽ 2, 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ തന്നെ പേവിഷബാധ ഉണ്ടാകാം, പ്രത്യേകിച്ച് മുഖത്തൊക്കെയാണ് കടി കിട്ടുന്നതെങ്കിൽ. പക്ഷേ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. ഇപ്പൊ ഈ ഇന്ന് 2025 നമുക്ക് കിട്ടുന്ന ഒരു പേവിഷബാധ കൊണ്ടുള്ള കടി കാരണമുള്ള പേവിഷബാധ നമ്മൾ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേവിഷബാധ ചിലപ്പോൾ 2030 നമുക്ക് പേവിഷബാധ ഉണ്ടാകും. അപ്പോൾ വളരെ ചെറിയ വേഗതയിൽ മാത്രം ഈ വൈറസ് മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിവേ ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ ഇത് ആ മാംസപേശികളിലും ചുറ്റുമുള്ള കണക്റ്റീവ് ടിഷ്യൂവിലായിരിക്കും വൈറസിന്റെ സാന്നിധ്യം ഉള്ളത്. അതിന്റെ എണ്ണം പെരുകുന്നതനുസരിച്ചിട്ടാണ് അതൊരു നെർവ് ഫൈബറിലേക്ക് കടന്ന് കയറാനുള്ള സാധ്യതയുള്ളത്. അപൂർവമായിട്ട് കടി കിട്ടി ഉടനെ തന്നെ നെർവ് ഫൈബറിൽ എത്തുകയും ചെയ്യാം. അത് കടി കിട്ടുന്നത് എവിടെ എന്നുള്ളതും കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ സാന്നിധ്യം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഞാനെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഈ ഒരു മൈതാനം നോക്കുക. ആ മൈതാനത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവും. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീ അണയ്ക്കാൻ പറ്റും. പക്ഷെ തീപിടുത്തം ഉണ്ടാകുന്നത് അവിടത്തുള്ള വെടിക്കെട്ടുശാലയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തീ അണയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഈ തീ വെടിക്കെട്ടുശാലയിൽ എത്തുന്നതിന് മുമ്പ് തീ അണയ്ക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത്, അതായത് കടിയേറ്റ ഭാഗത്ത് എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വൈറസ് ദിവസങ്ങൾക്ക് ശേഷം ഒരു നെർവ് ഫൈബറിലേക്ക്, അതായത് നാഡീഞരമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് നാഡീഞരമ്പുകൾ വഴിയായിട്ട് വൈറസ് തലച്ചോറിലേക്കുള്ള അതിന്റെ പ്രയാണം ആരംഭിക്കുകയും ചെയ്യും. ഈ നാഡീഞരമ്പിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വൈറസിനെ പിന്നീട് നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പല കാരണങ്ങളാൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മനുഷ്യ ശരീരത്തിലെ നാഡീകോശങ്ങൾ പൊതുവിൽ ഒരുതരം പ്രൊട്ടക്റ്റഡ്, നമുക്ക് രാജ്യത്ത് തന്നെ ചില ഏരിയ അതീവ സുരക്ഷാ മേഖല എന്നൊക്കെ പറയുന്നത് പോലെ ഈ നെർവ് ഫൈബേഴ്സ് ഇമ്മ്യൂണോളജിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ തന്നെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിലെ നാഡീകോശങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കാൻ വേണ്ടി രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് നാഡീകോശത്തിനകത്തേക്ക് പ്രവേശനമില്ല. ശരീരം തന്നെ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ കാര്യത്തിൽ അതൊരു ദോഷമാണ്. കാരണം നാഡിയിൽ എത്തപ്പെട്ട് കഴിഞ്ഞ വൈറസിനെ നമുക്ക് പിന്നീട് കാര്യമായിട്ടൊന്നും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് ചെയ്യണം. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ പിന്നീട് ഈ വൈറസ് വളരെ പതിയെ, കാലിലൊക്കെയാണ് മുറിവെങ്കിൽ ഒരുപാട് സമയം എടുത്തുന്നിരിക്കും, മുഖത്തൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ തലച്ചോറിലെത്തുകയും തലച്ചോറിന് അണുബാധ ഉണ്ടാകുമ്പോൾ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും. പിന്നീട് ഈ കടി ഏറ്റ ആള്, പ്രത്യേകിച്ച് മൃഗം അല്ലാതെ മനുഷ്യനാണെങ്കിൽ പോലും, പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലച്ചോറിനെ ബാധിച്ച വൈറസ് പിന്നീട് തിരിച്ചു വരാനായിട്ട് തുടങ്ങും. സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഒക്കെ വഴിയായിട്ട് തിരിച്ചു വരികയും നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഈ സലൈവറി ഗ്രന്ഥികളിലേക്ക് വൈറസ് എത്തുകയും ചെയ്യും. അപൂർവമായിട്ട് പാല് ചുരത്തുന്ന മൃഗങ്ങളൊക്കെ ആണെങ്കിൽ പാലിലൂടെ വേണമെങ്കിൽ വൈറസിന് പുറത്തേക്ക് വരാം. പശുവിനെ കട്ടി കരിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ പാല് തിളപ്പിച്ച ശേഷം ഉപയോഗിക്കാമെന്നുള്ള രീതിക്ക്, അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല? ഇല്ലല്ലോ. ഇത് വൈറസ് പൊതുവിൽ ഒരു 60 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിൽ ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത വൈറസാണ്. സാങ്കേതികമായിട്ട് പകരാം. ഇപ്പം അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പട്ടി കടിച്ച പശുവിന്റെ പാല് കുടിക്കുന്നതല്ല പ്രശ്നം. ഇപ്പോൾ ഒരു പേപ്പട്ടി മറ്റൊരു പട്ടിയെ കടിച്ചു എന്ന് വിചാരിച്ചു, കടിക്കുന്നതോടുകൂടി മറ്റേ പട്ടിക്ക് പേ ഉണ്ടാകുന്നില്ല. ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഒക്കെ വേണം. ഒരു അല്പസമയത്തിന് ശേഷം ഈ കടികൊണ്ട പട്ടിക്ക് പേവിഷബാധ വന്നതിന് ശേഷം മാത്രമേ ഈ കടികൊണ്ട പട്ടിക്ക് അത് പേപ്പട്ടി ആവുന്നുള്ളൂ. അല്ലാതെ പേപ്പട്ടിയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു പട്ടി പേപ്പട്ടിയാവില്ല. പേപ്പട്ടിയുടെ കടി കിട്ടി ഈ പട്ടിക്ക് പേ വന്നതിന് ശേഷമാണ് ഇതിന്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പേ ഒന്നും ഇല്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റില്ല. പേപ്പട്ടിയെ തിരിച്ചറിയാനൊന്നും 100% നമുക്ക് തിരിച്ചറിയാനൊന്നും കഴിയില്ല. മിക്ക പട്ടികളും ചിലപ്പോൾ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളതല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പാല് കറക്കുന്ന സമയത്ത് പശുവിന് പേ ഉണ്ടെങ്കിൽ, അതിനെ പേപ്പട്ടി കടിച്ചു എന്നുള്ളതല്ല, ആ സമയത്ത് പശുവിന് പേ ഉണ്ടെങ്കിൽ മാത്രമേ പാലിലൂടെ പേവിഷബാധയുടെ അണുജീവികൾ പുറത്തേക്ക് വരികയുള്ളൂ. ഈ പാല് കുടിച്ചാൽ പേവിഷബാധ ഉണ്ടാകാനുള്ള സാങ്കേതികമായിട്ടുള്ള ചില സാധ്യതകളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ, ഇപ്പോൾ പേ പിടിച്ച പശുവിന്റെ പാല് കുടിച്ചു എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പട്ടി കിണറ്റിൽ, ഇപ്പൊ പലപ്പോഴും നമ്മളെ ആളുകൾ വിളിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഒരു പട്ടിയുടെ ഡെഡ് ബോഡി കിണറ്റിൽ കണ്ടു, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആ കിണറ്റിലെ മോട്ടോർ വെച്ച കിണറാണ്, കിണറിൽ ആരും പോയി നോക്കുന്നില്ല, ചീഞ്ഞ ഒരു മണം വന്നതിന് ശേഷമാണ് പോയി നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ഈ പട്ടി ചത്ത് കിടക്കുന്ന വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ആളുകൾക്ക് പേടിയാവും, പേവിഷബാധ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊന്നും പേവിഷബാധ ഉണ്ടായി കാണുന്നില്ല. അപ്പോൾ പലപ്പോഴും കാരണം ഒരു വൈറസിന് ഒരു കൃത്യമായിട്ടുള്ള ലോഡ് വേണം, അതിന് നമ്മുടെ ശരീരത്തിൽ ഈ കടക്കാനുള്ള ഒരു വഴി വേണം. അത് പലപ്പോഴും ഈ മൃഗങ്ങളുടെ കടി, മാന്തൽ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പേ പിടിച്ച പശുവിന്റെ പാല് തിളപ്പിക്കാതെ പച്ചയ്ക്ക് കുടിക്കുന്ന ഒരു അപൂർവ സാഹചര്യം ഉണ്ടായാൽ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ ഒരു വാക്സിൻ എടുക്കാം. പക്ഷെ എങ്കിലും ആ ഒരു അവസ്ഥയിലോ ആ രീതിയിലൊന്നും പേവിഷബാധ മനുഷ്യന് ഏൽക്കാനുള്ള സാധ്യതയില്ല. പേവിഷബാധ പ്രാഥമികമായിട്ട് ഒരു മൃഗങ്ങളുടെ ഒരു വൈറസാണ്, അത് മനുഷ്യരെ അങ്ങനെ ബാധിക്കുന്ന ഒരു വൈറസല്ല. കൃത്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ, ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പൊതുവിൽ പേവിഷബാധ ഉണ്ടായി കാണുന്നുള്ളൂ. അതെ അതെ, പല രീതിയിൽ ഒരു മൃഗത്തിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് കടിയിലൂടെയാണ് പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ മറ്റേത് ഒരു ഭാഗവുമായിട്ട് ഒരു ഇഞ്ചുറി വന്നാൽ, ഉദാഹരണത്തിന് മാന്തൽ കിട്ടുന്നു, ഇപ്പൊ പന്നികളൊക്കെയാണ് ചിലപ്പോൾ കുത്തും, പന്നി വെട്ടുക നമ്മൾ പറയുന്നത്, പന്നി അതിന്റെ തേറ്റ കൊണ്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തും നമ്മൾ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് എല്ലാവരും പറയുന്ന ഒരു കാര്യം, പൂച്ച മാന്തുന്ന സമയത്ത് പൂച്ച അതിന്റെ മുഖം, അതിന്റെ ഉമിനീര് പലപ്പോഴും അതിന്റെ കൈകളിൽ പറ്റിക്കും. അപ്പൊ ഇത്തരത്തിൽ ഉമിനീര് പറ്റിയ കൈകൾ നഖം കൊണ്ടായിരിക്കാം അത് മാന്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റൊരു മൃഗത്തിനെ, പേവിഷബാധ വന്ന മറ്റൊരു മൃഗത്തിനെ ഈ മൃഗം ചിലപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറ്റ് ഈ പറഞ്ഞ ശരീരസ്രവങ്ങൾ അതിന്റെ നഖത്തിലോ മറ്റവയവങ്ങളിലോ ഒക്കെ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് അറ്റാക്കും, കടി ഉൾപ്പെടെയുള്ള ഏതൊരു ആക്രമണവും നമ്മൾ പേവിഷബാധയ്ക്കുള്ള ഒരു റിസ്ക് ആയിട്ട് തന്നെ എടുക്കേണ്ടത്. അതിപ്പോ ഈ പറഞ്ഞ പട്ടി, പൂച്ച എന്നുള്ള മൃഗങ്ങൾ മാത്രമല്ലല്ലോ, എന്റെ അറിവിലൊരാള് ഈ പശുവിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് പശുവിന്റെ വല്ലുകൊണ്ട് കൈ മുറിഞ്ഞു. അപ്പോഴും ഈ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടില് ഈ ബാറ്റുകളിലൂടെ, ഈ വവ്വാലുകളിലൂടെയുള്ള റേബീസ് നമ്മുടെ നാട്ടിലില്ല. മറിച്ച് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ വവ്വാലുകളുമായി ഏത് തരത്തിലുള്ള സമ്പർക്കം വന്നാലും റേബീസ് വാക്സിൻ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ വവ്വാലുകൾ വളരെ കൂടുതൽ അളവിൽ വൈറസിനെ പുറത്തേക്ക് വമിപ്പിക്കും. വാമ്പയർ ബാറ്റുകളൊക്കെ, പേവിഷബാധയുള്ള വാമ്പയർ ബാറ്റുകളൊക്കെ ഉള്ള ഗുഹകളിൽ അന്തി ഉറങ്ങിയിട്ടുള്ള ആളുകൾക്ക് കടിയൊന്നും കിട്ടാതെ തന്നെ പേവിഷബാധ വന്നിട്ടുള്ള ചരിത്രമുണ്ട്. കാരണം ഗുഹകളിലൊക്കെ ഉള്ള വളരെ കൂടുതൽ എയറോസോൾ, ആ വായുവിൽ തന്നെ വളരെ ഉയർന്ന അളവിൽ വൈറസ് തങ്ങി നിൽക്കുകയും അത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൃഗങ്ങളോടുള്ള ഒരു എക്സ്പോഷർ ഈ വൈൽഡ് അനിമൽസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറുനരി കടിച്ച് റേബീസ് ഉണ്ടാകുന്ന ചരിത്രം അപൂർവമല്ല. കുറുനരികളുടെ എണ്ണം, ജക്കാൾ എന്ന് പറയുന്ന കുറുനരികളുടെ എണ്ണം നമ്മുടെ നഗരപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ ഉണ്ട്. ആളുകളെ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കടിച്ചാൽ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള അറ്റാക്കിൽ റേബീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വൈൽഡ് അനിമൽസ് ഒക്കെ കടിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മൃഗമാണെങ്കിലും കടിയേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാന്തലേറ്റ് കഴിഞ്ഞാൽ റേബീസിനെതിരെയുള്ള വാക്സിൻ എടുക്കണം. അത് അല്ലാതെ വേണ്ടത് കോൾഡ് ബ്ലഡഡ് അനിമൽ, സസ്തനികളല്ലാത്ത ജീവികൾ. ഉദാഹരണത്തിന് മുതല കടിച്ചു, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില കുളങ്ങളിലോ അല്ലാതെ ചില വലിയ ചറകളിലും ചില ഡാമുകളിലൊക്കെ മുതലയുടെ ചീങ്കണ്ണിയുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ആമ കടിക്കും ആൾക്കാർ, ആമ കടിച്ചാൽ വാക്സിൻ എടുക്കണ്ട. ഒരു സസ്തിനി, മുട്ടയിടുന്ന ജീവികളൊന്നും കടിച്ചാൽ വാക്സിൻ എടുക്കണ്ട. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഏതൊരു ജീവി കടിച്ചാലും വാക്സിൻ എടുക്കുന്നതാണ്. ഇപ്പോൾ ഈ വൈറസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചെരുപ്പ് കടിച്ചുകൊണ്ട് പോവുക, പട്ടികൾ അങ്ങനെ കടിക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പം ഈ എത്ര സമയം അത് ജീവനോടെ തുടരും? പുറത്തൊരു അന്തരീക്ഷം
അന്തരീക്ഷത്തിൽ എത്ര സമയം അത് ജീവനോടെ തുടരും സാധിക്കും? പുറത്ത് അന്തരീക്ഷത്തിൽ ഒരു വൈറസ് എത്ര സമയം ജീവനോടെ തുടരും എന്നുള്ള ചിന്ത പ്രാഥമികമായിട്ട് മനുഷ്യനെ ബാധിക്കുന്ന വൈറസുകളുടെ കാര്യത്തിലെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ട് തന്നെയുള്ളൂ. കൃത്യമായിട്ടുള്ളൊരു എക്സ്പോഷറിലൂടെ ഈ വരുന്ന രോഗങ്ങളെ പറ്റി ഇപ്പോൾ കോവിഡിന്റെ വൈറസ് എത്രത്തോളം പുറത്ത് തുടരും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം അത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഏതെങ്കിലും ഒരു സർഫസിൽ കോവിഡ് ബാധിച്ച ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ നമ്മൾ ആ സർഫസിൽ കൈവച്ചിട്ട് വീണ്ടും നമ്മൾ മൂക്കിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറസ് കിട്ടാം. അത്തരത്തിലുള്ള സാധ്യതകളിലാണ് ആ പഠനങ്ങളൊക്കെ നമ്മൾ നടത്തുകയും റേബിസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് റേബിസ് പടരും. റേബിസ് പടരണമെങ്കിൽ നിങ്ങളുടെ ത്വക്ക് പൊട്ടിയിരിക്കണം. അതായത് റേബിസിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊലിയാണ്. നിങ്ങളെ ഒരു പേപ്പട്ടി എന്തൊക്കെ ചെയ്തു വിചാരിച്ചോളൂ, നക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് വരിക, ഉരുമുക, നിങ്ങളുടെ ത്വക്ക് പൊട്ടാത്തടത്തോളം കാലം അത് കാറ്റഗറി 1 എക്സ്പോഷറാണ്. കാറ്റഗറി 1 എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഭാഗം വൃത്തിയായിട്ട് കഴുകുക, എന്നിട്ട് ആളെ ഒന്ന് എന്താ പറയുക സമാധാനിപ്പിക്കുക, അതിനപ്പുറം യാതൊന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വൈറസ് പുറത്ത് എത്ര ഉണ്ട് എന്നുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നേ പക്ഷെ അതിനൊക്കെ ഒരു അക്കാദമിക താല്പര്യം എന്നുള്ളതിനപ്പുറത്ത് ഒരാൾക്ക് രോഗം വരുന്നതുമായിട്ട് ഈ വൈറസ് പുറത്ത് എത്രത്തോളം തുടരുന്നു എന്നുള്ളതുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ എൻവലപ്ഡ് ആയിട്ടുള്ള ഒരു വൈറസാണ്. എൻവലപ്പ് എന്ന് വെച്ചാൽ പുറം പാളി, അതിനൊരു പുറം പാളിയുള്ള വൈറസുകൾ പൊതുവിൽ പുറത്ത് അധികം തുടരാനായിട്ട് അതിന് കഴിയില്ല. ആ പാളി അങ്ങ് നശിച്ചു പോകും. നല്ല സൂര്യപ്രകാശം അടിച്ചാലോ അല്ലെങ്കിൽ ഈർപ്പമുള്ള വായു തട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലൊക്കെ ഈ പാളി ഇല്ലാതായി പോവുകയും വൈറസ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ കാലം നേരം പുറത്തിരിക്കുന്ന വൈറസ് അല്ല. അത് അറിവിലേക്ക് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമുള്ള ഒരു വിവരമല്ല. ഈ കാറ്റഗറി 1 വരുന്നതെന്ന് പറയും. ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് ഈ കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ടല്ലോ ചികിത്സ നേടുന്നത്, അതെങ്ങനെയാണ്? അതായത് ഒരു പേവിഷബാധ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പേയപ്പട്ടി അല്ലെങ്കിൽ പേയുള്ള ഒരു മൃഗത്തിന്റെ ഒരു എക്സ്പോഷർ ഉണ്ടായാൽ ആദ്യ ഘട്ടത്തിൽ അതിന്റെ വൈറസ് ത്വക്കില്, തൊലിയുടെ തൊട്ടുള്ളിലുള്ള ഈ കണക്റ്റീവ് ടിഷ്യൂവില്, മാംസപേശികളിൽ ഈ സ്ഥലങ്ങളിൽ മാത്രമേ ആ വൈറസ് ഉണ്ടാവൂ. ത്വക്കിൽ മാത്രമേ ആ വൈറസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഭാഗം കഴുകിയാൽ മാത്രം മതി. കാരണം ഉള്ളിലേക്ക് വൈറസ് പോയിട്ടില്ല. മറിച്ച് കണക്റ്റീവ് ടിഷ്യൂവിലാണ് ആ വൈറസ് ഉള്ളത്. അതായത് ഉള്ളിലേക്ക് അധികം മാംസപേശിയോ അല്ലെങ്കിൽ ത്വക്കിന്റെ ഉള്ളിലേക്ക് വളരെയധികം അങ്ങോട്ട് കടന്നിട്ടില്ല, വളരെയധികം ത്വക്കിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ത്വക്കിന്റെ തന്നെ ചില പ്രദേശങ്ങൾ മാത്രം ബാധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസ് ഒരു നെർവ് ഫൈബറിനെ കണ്ടെത്താൻ അത് പിന്നീട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, അത് ത്വക്കിന്റെ ഇനിയും അവശേഷിക്കുന്ന മറ്റു ലെയറുകൾക്കുള്ളിലേക്ക് പോകണം, പിന്നീട് ഉള്ളിലേക്ക് പോയതിനു ശേഷം മാത്രമേ അതിനൊരു നെർവ് ഫൈബറിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനൊക്കെ ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പൊ ആ കേസിൽ നമുക്ക് വാക്സിൻ മാത്രം മതി. കാരണം വാക്സിൻ നമ്മൾ ഇന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് അത് പ്രവർത്തിച്ചു പോകും. 14ാമത്തെ ദിവസത്തിൽ ആ വാക്സിൻ എത്രത്തോളം ആന്റിബോഡി എന്ന് വെച്ചാൽ പ്രത്യൗഷധങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നത്. 14 ദിവസം വരെ വാക്സിന് സമയമുണ്ട്. 14ാമത്തെ ദിവസം അത് പ്രവർത്തിച്ചു തുടങ്ങണം. പക്ഷേ വാക്സിൻ അത്ര സമയമൊന്നും എടുക്കില്ല. സാധാരണ 5-6 ദിവസം കൊണ്ട് തന്നെ വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ എങ്കിലും 14ാമത്തെ ദിവസമാണ് കട്ട് ഓഫ്. പക്ഷേ നിങ്ങളുടെ ത്വക്കൊന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ, കാര്യമായിട്ട് രക്തസ്രാവം വന്നിട്ടില്ല എന്ന് പറയാൻ കാര്യം ത്വക്കിന്റെ വളരെ കൂടുതൽ ഉള്ളിലാണ് ഈ ഡെർമിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രക്തക്കുഴലിരിക്കുന്നത്. അപ്പം രക്തം വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെർമിസ് പൊട്ടിയിട്ടില്ല എന്നാണ്. അതായത് ഇനിയും ത്വക്കിൽ ചില ലെയേഴ്സ് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, വാക്സിൻ മാത്രം മതി. മറിച്ച് പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, ചോര വന്നു കഴിഞ്ഞാൽ അതിനെ കാറ്റഗറി 3 എന്ന് പറയും. ഇപ്പൊ കാറ്റഗറി 1 എന്ന് വെച്ചാൽ ത്വക്ക് പൊട്ടിയിട്ടേ ഇല്ല, കാറ്റഗറി 2 എന്ന് വെച്ചാൽ ത്വക്ക് പൊട്ടിയിട്ടുണ്ട് പക്ഷെ രക്തം വന്നിട്ടില്ല, അതായത് ഡെർമിസ് ബാധിക്കപ്പെട്ടിട്ടില്ല. കാറ്റഗറി 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കടി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇപ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ വൈറസിന്റെ സാന്നിധ്യം കുറച്ചുകൂടെ നെർവ് ഫൈബറിന് അടുത്താണ്. വാക്സിൻ പ്രവർത്തിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? വാക്സിൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾ അവിടെ കൊടുക്കണം. ആ മുറിവിന്റെ സ്ഥലത്ത് തന്നെ ഈ വൈറസിന്റെ എണ്ണം കുറയ്ക്കുന്ന അല്ലെങ്കിൽ വൈറസിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ആ ഭാഗത്ത് കുത്തിവെക്കണം. അതിന് നമ്മൾ സിറം അല്ലാന്നുണ്ടെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എന്നൊക്കെ പറയും. ഇപ്പൊ ഇമ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുക്കും. അത് കാറ്റഗറി 3. അപ്പൊ കാറ്റഗറി 1 കഴുകിയാൽ മാത്രം മതി. കാറ്റഗറി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ കഴുകണം, വാക്സിൻ എടുക്കണം. കാറ്റഗറി 3 എന്ന് വെച്ചാൽ കഴുകണം, ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം, വാക്സിൻ എടുക്കണം. പക്ഷെ നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് ഇമ്യൂണോഗ്ലോബുലിന് ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു
ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒറ്റേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. രണ്ട്, നമുക്ക് ഡോക്ടറോട് പറയണം നമ്മൾ നേരത്തെ വാക്സിൻ എടുത്ത ആളാണ്, പൂർണ്ണമായിട്ട് നമ്മൾ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് പൊതുവിൽ പിന്നീട് ഇത് റൈബീസ് വരാനുള്ള സാധ്യത ഏതാണ്ട് 0 എന്ന് തന്നെ പറയാം. എങ്കിലും ഒരു കാലാവധി ഉണ്ടായിരിക്കുമല്ലോ, മുന്നേ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നാൾക്ക് ശേഷമാണ് കടി കിട്ടുന്നതെങ്കിൽ ആ ഒരു കാലാവധി ഉണ്ടല്ലോ. നമ്മൾ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു കടി കിട്ടാം. മറ്റൊന്ന്, വാക്സിൻ എടുത്ത് വളരെ ഷോർട്ട് പീരീഡ്, ഏതാണ്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കടി കിട്ടാം. ഇത്തരത്തിലെ അവസ്ഥകളിൽ നമ്മൾ വീണ്ടും പോയൊരു വാക്സിൻ എടുക്കേണ്ട ഒരു സാഹചര്യം. മറിച്ച് നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കടി കിട്ടിക്കഴിഞ്ഞാൽ അവർ ബൂസ്റ്ററുകൾ സ്വീകരിക്കണം. മിക്കപ്പോഴും ഞങ്ങളുടെ പഠനങ്ങൾ, ഞങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഈ തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ കാണിക്കുന്നത് 5 വർഷത്തേക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഡേറ്റ ശരിയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് സത്യത്തിൽ ബൂസ്റ്റർ പോലും എടുക്കണ്ട. പക്ഷെ നമുക്കറിയാലോ, പേവിഷബാധ ആളുകൾക്ക് വളരെയധികം ഭയമുള്ള ഒരു ഡിസീസാണ് എന്ന് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യണം. അതെ, ഒരു ചാൻസ് എടുക്കാൻ പറ്റുന്ന രോഗമല്ല എന്നുള്ളത് കൊണ്ട് വാക്സിൻ സ്വീകരിച്ച് കുറച്ച് മാസങ്ങളോ വർഷങ്ങൾക്കോ ശേഷമാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്ററുകൾ എടുക്കണം. ബൂസ്റ്ററുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഡോസ് ആണ് ബൂസ്റ്ററായിട്ട് കൊടുക്കുക. അതായത് ഇതിനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് എനിക്ക് കടി കിട്ടുന്നത് അല്ലെങ്കിൽ ഇന്നാണ് ഞാൻ വാക്സിൻ സ്വീകരിക്കുന്നത്, അത് ഡേ 0 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡേ 3, 7, 28 0, 3, 7, 28 അങ്ങനെ 4 ഡോസുകളാണ് IDRV ഇൻട്രാഡെർമൽ വാക്സിനേഷൻ ഷെഡ്യൂളിൽ സർക്കാർ സംവിധാനത്തിൽ എടുക്കുക. പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ മസിലിൽ എടുക്കുന്ന കുത്തിവയ്പ്പാണ് എടുക്കുക. കാരണം സർക്കാർ സംവിധാനം പൂർണ്ണമായിട്ടും ഈ തൊലിപ്പുറത്തുള്ള കുത്തിവയ്പ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ പ്രൈവറ്റ് സംവിധാനം മാറിയിട്ടില്ല. പ്രൈവറ്റ് സംവിധാനം ഇപ്പോഴും മസിലിൽ എടുക്കുന്ന കുത്തിവയ്പ്പാണ് നടത്തുന്നത്. രണ്ടും ഈക്വലി ഇഫക്റ്റീവാണ്, രണ്ടാണേലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മസിലിലുള്ള കുത്തിവയ്പ്പാണെങ്കിൽ 1 ഡോസും കൂടെ വരും. അതായത് കടി കിട്ടുന്നതിനേക്കാൾ കുത്തിവയ്പ്പ് എടുക്കുന്നതിന്റെ 14ാമത്തെ ദിവസം ഒരു കുത്തിവയ്പ്പ് കൂടെ അവിടെയുണ്ട്, മസിൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസിലാണ് കുത്തിവയ്ക്കുന്നതെങ്കിൽ 5 ദിവസം, ഡേ 0, ഡേ 3, ഡേ 7, ഡേ 14, ഡേ 28. മറിച്ച് തൊലിപ്പുറത്താണ് കുത്തുന്നതെങ്കിൽ 4 ദിവസം, ഡേ 0, ഡേ 3, ഡേ 7, 28. തൊലിപ്പുറത്താണെങ്കിൽ ഓരോ തവണ 2 കുത്തു കിട്ടും, മൊത്തം 8 കുത്തു കിട്ടും. മറ്റിടത്താണെങ്കിൽ ഓരോ തവണ 1 കുത്തേ കിട്ടുള്ളൂ. അതായത് 5 കുത്തേ മൊത്തം കിട്ടുള്ളൂ. തൊലിപ്പുറത്താണ് അവസാനം. എണ്ണം പോകുന്ന ദിവസങ്ങൾ കുറവാണെങ്കിലും കുത്തിന്റെ എണ്ണം കൂടുതൽ തൊലിപ്പുറത്ത് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ബൂസ്റ്റർ ഡോസുകൾ കാര്യം പറഞ്ഞ പോലെ തന്നെ മുൻകരുതൽ എന്ന നിലയ്ക്ക് വാക്സിൻ സ്വീകരിക്കുന്നവർ ഉണ്ടാവില്ലേ? അതായത് ഈ പെറ്റ് ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നവരുണ്ടോ? തീർച്ചയായിട്ടും. ഈ നമ്മൾ റൈബീസിനെതിരെയുള്ള കുത്തിവയ്പ്പുകൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു കടി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുത്തിവയ്പ്പെടുക്കാം, മറ്റൊന്ന് കടി കിട്ടിയതിന് ശേഷം നമ്മൾ കുത്തിവയ്പ്പെടുക്കാം. പൊതുവിൽ വാക്സിനേഷൻ പൊതുവിൽ നമ്മൾ ചെയ്യുന്നത് ആ രോഗം അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ മീസിൽസിനെതിരെ കുത്തിവയ്പ്പെടുത്തും. മീസിൽസിനെതിരെ കുത്തിവയ്പ്പെടുത്തുന്നത് നമ്മുടെ കുട്ടിക്ക് ഒരു മീസിൽസ് വന്ന് മറ്റൊരു കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്നതിന് ശേഷമൊന്നുമല്ല. നമ്മളെല്ലാ കുട്ടികളും അവരുടെ 8ാമത്തെ മാസം അല്ലെങ്കിൽ 9ാമത്തെ മാസം നമ്മൾ 5ാം പനിക്കെതിരെ കുത്തിവയ്പ്പെടും. കാരണം അതിനുവേണ്ടി കാത്തിരിക്കില്ല. കാരണം ശരീരം മിക്ക വാക്സിനുകളും ഇനി മീസിൽസ് മറ്റൊരു കുട്ടിയുമായിട്ട് സമ്പർക്കം വന്നതിന് ശേഷം നിങ്ങൾ പോയി വാക്സിൻ എടുത്താൽ വാക്സിൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ മീസിൽസ് വന്നു പോവുകയും ചെയ്യും. അപ്പോൾ മിക്ക വാക്സിനുകളും നമ്മൾ രോഗം അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുന്നതിന് മുമ്പാണ് എടുക്കുന്നത്. അതാണ് വാക്സിൻ പൊതുവിൽ എടുക്കുക. പക്ഷെ റേബീസിന് മാത്രം ഒരു പ്രത്യേകതയാണ്, നമ്മൾ അണുബാധ വന്നതിന് ശേഷവും നമുക്ക് വാക്സിൻ എടുക്കാം. ചിക്കൻ ബോക്സിനും അതങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും പൊതുവിൽ റേബീസിന്റെ പ്രത്യേകതയാണ് അണുബാധ ഏറ്റതിന് ശേഷം പോയി വാക്സിൻ എടുത്താലും ആ അണുബാധയ്ക്കെതിരെ വാക്സിൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ വാക്സിൻ എടുക്കുന്നത് നല്ലതുമാണ്. പക്ഷെ നിലവിൽ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകൾ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പെറ്റ് ഷോപ്പ് ഉടമകൾ, അതിനേക്കാൾ വെറ്റിനറി സർജൻസ്, സൂവിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത്തരത്തിൽ ഒരു അനിമൽ ബൈറ്റ് കിട്ടാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ നേരത്തെ തന്നെ വാക്സിൻ എടുത്ത് തയ്യാറെടുത്ത് നിൽക്കണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അവർക്ക് സർക്കാർ സംവിധാനത്തിൽ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം മറ്റുള്ളവർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു നായയെ കൊണ്ടുവരികയാണ്. ഞാൻ നേരത്തെ നായയെ വളർത്തിയിട്ടില്ല,
ഞാനൊരു വീട്ടിലേക്ക് നായയെ കൊണ്ടുവിടുന്നു, എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികൾ നായയായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നായക്ക് എപ്പോഴാണ് പേ വരിക നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നായക്ക് പേ വരാം. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴേ ഒരു വാക്സിൻ എടുക്കുന്നത് നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ നായയെ വളർത്തുന്നുണ്ട്, ഒരുപാട് ആളുകൾ തെരുവിലൂടെ നടക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നായയുടെ കടിയേൽക്കാം. എല്ലാ ആളുകളും പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ അതിൻ്റെ ചെലവ് താങ്ങാനുള്ള സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്, സർക്കാരിനോട് പല ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് പോയി കടിയേൽക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുത്ത് സുരക്ഷിതരായിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളൊരു ആർഗ്യുമെന്റ് വളരെ ശക്തമാണ്. പക്ഷേ ഗവൺമെന്റ് ഇപ്പോൾ കുറേയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരാൾക്ക് പ്രൈവറ്റിൽ പോയി സ്വന്തം ചെലവിൽ പോയി വാക്സിൻ എടുക്കുന്നതിന് ഇപ്പോഴും തടസ്സമൊന്നുമില്ല. അതിന് കുത്തിവയ്പ്പ് കടിയേൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പം അതിൽ പൊതുവിൽ 3 ഡോസാണ് എടുക്കുക, 0, 7, 28. 3 വേണ്ട, 0, 7, 28 CDC-യും WHO ഇപ്പോൾ പറയുന്നത് 2 ഡോസ് മതി എന്നാണ്. 0, 7 എടുത്താൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കിട്ടും എന്നുള്ളതാണ് WHO-യുടെയൊക്കെ റീസെന്റ് റെക്കമെൻഡേഷൻ. പക്ഷേ നമ്മുടെ നാഷണൽ ഗൈഡ് ലൈനിലേക്ക് അത് വന്നിട്ടില്ല. നമ്മൾ നാഷണൽ ഗൈഡ് ലൈൻ അനുസരിച്ച് 3 ഡോസ്. പക്ഷേ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഈ ഇന്നൊരു വാക്സിൻ എടുക്കുക, 7ാമത്തെ ദിവസം വേറൊരു വാക്സിൻ കൂടെ എടുത്ത് പിന്നീട് പട്ടികടിയെ പറ്റി അധികം ഭയമുണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. ഗർഭിണികൾ വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട് പലർക്കും പല പേരുകളുണ്ട്. പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികളിൽ ചുറ്റും 14 ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്നൊരു സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ഗർഭിണികൾ അങ്ങനെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ വാക്സിൻ എടുത്തതുകൊണ്ട്? വാക്സിനുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇഫക്റ്റ് ഉള്ള എല്ലാ സാധനത്തിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. കാരണം ഒരു മരുന്ന് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ഗവേഷണങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് സൈഡ് ഇഫക്റ്റ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വാക്സിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം. ഏറ്റവും കൂടുതലായിട്ട് കുത്തിവെക്കുന്ന സ്ഥലം ചുവന്ന് ധരിച്ചു വരിക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞ് സൈഡ് ഇഫക്റ്റുകളാണ് ഉണ്ടാവുക. അല്ലാതെ വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ലൂയി പാസ്റ്റർ കണ്ടെത്തിയ സമയത്തുള്ള വാക്സിൻ ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്സിനേഷൻ ഇപ്പോൾ വളരെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാക്സിനാണ് ഇപ്പോൾ നമ്മൾ നൽകി വരുന്നത്. അതിന് കാര്യമായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ഒരു കിൽഡ് വാക്സിനാണ്. പൊതുവെ വാക്സിനേഷൻസ് പൊതുവെ നമ്മൾ കോവിഡിന് മുമ്പ് തന്നെ വാക്സിൻ 2 തരത്തിലാണ് തരംതിരിക്കുക, കിൽഡ് വാക്സിനും ലൈവ് വാക്സിനും. കോവിഡിന് ശേഷം മറ്റൊരുപാട് വാക്സിൻസ് വന്നിട്ടുണ്ട്. ഇപ്പം mRNA വാക്സിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വാക്സിൻ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മൾ പൊതുവെ പറയുന്നത് ജീവനുള്ള വൈറസിനെ ഉപയോഗിക്കുന്ന വാക്സിൻസും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ കൊന്നു കഴിഞ്ഞ് ചത്ത വൈറസിനെ ഉണ്ടാക്കി വളർത്തി കൊന്നതിന് ശേഷം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള വാക്സിനാണ് റേബിസ് ഉപയോഗിക്കുന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇപ്പോൾ കിൽഡ് വാക്സിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ ഗർഭിണികൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ പൊതുവിൽ ഗർഭിണികൾക്ക് നമ്മൾ ലൈവ് വാക്സിൻ കൊടുക്കില്ല. കാരണം ജീവനുള്ള വൈറസിനെ കുത്തിവെക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രശ്നമൊന്നുമില്ല. അയാളുടെ ശരീരത്തിൽ ആ വൈറസ് ചെറുതായിട്ടൊന്ന് മൾട്ടിപ്ലൈ എണ്ണത്തിലൊന്ന് പെരുകും. ചില സമയത്ത് അയാൾ ആ രോഗത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഉദാഹരണത്തിന് MMR എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചെറിയ മുണ്ടിനീര് പോലെ പക്ഷെ നമ്മുടെ നാട്ടിൽ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾക്കും വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ പേവിഷബാധ വന്നിട്ടില്ല. അതായത് വാക്സിൻ പ്രവർത്തിക്കുന്നില്ലായിരുന്നെങ്കിൽ അതിന് ശേഷവും ആളുകൾക്ക് അപകടം പറ്റണമായിരുന്നു. കടി കിട്ടി ഉടനെ വൈറസ് ശരീരത്തിലേക്ക് അല്ല നാഡീകോശങ്ങളിൽ കയറുന്നത് തടയാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ കടി കിട്ടിയപ്പോൾ തന്നെ ഈ നായയുടെ പല്ല് നേരിട്ട് ഈ പറഞ്ഞ നാഡീ ഞരമ്പുകളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൈറസ് നാഡീകോശങ്ങളിൽ എത്തുന്നു. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ആൾ മരിക്കുന്നത്.